വിനോദ് മാത്യു വിൽസണിലേക്ക് പോവുകയാണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കാര്യം ഇന്നലെ താങ്കൾ ഇതേ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ്. ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരു മാപ്പ് സാക്ഷിയെ ഉണ്ടാക്കിയെടുക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകാൻ എന്ന്. പക്ഷേ ഇവിടെ ഈ മദ്യ കുംഭകോണം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. അത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതാരിപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് പോലും ഇപ്പോൾ അവിടെ മദ്യ കുംഭകോണം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. അപ്പോൾ ഇത്രയും നാൾ അദ്ദേഹം അധികാര കസേരയിൽ ഇരുന്നത് തന്നെ ഇങ്ങനെയൊരു കുംഭകോണത്തിന് സാക്ഷിയായിക്കൊണ്ടുകൂടിയാണ്. അതും പറയേണ്ടി വരും. അപ്പോൾ അഴിമതിക്കെതിരെ ചൂലെടുത്ത ആൾ തന്നെ അഴിമതിക്ക് ഒത്താശ ചെയ്ത ഒരു കാര്യം ഡൽഹിയിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ലല്ലോ. അഴിമതി നടന്നു എന്ന് ആര് പറഞ്ഞു? അഴിമതി തെളിയിക്കപ്പെട്ടു എന്നിപ്പോ മഞ്ജുഷ പറയും. തെളിയിക്കപ്പെട്ടോ? ഞാൻ അറിഞ്ഞില്ല. കോടതിയിൽ അഴിമതി തെളിയിക്കപ്പെട്ടോ? ആരോപണം മാത്രമല്ലേ. ആരോപണം നിൽക്കുമ്പോ അഴിമതി തെളിയിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ വാസ്തവ വിരുദ്ധമല്ലേ? അത്തരം പ്രസ്താവനകൾ പാടില്ലല്ലോ. അല്ല, അവിടെ അല്ലല്ലേ ഈ സ്വകാര്യ കമ്പനികൾക്ക് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നയത്തിന് തന്നെ വിരുദ്ധമാണ്. ഈ മദ്യത്തിനെതിരെ തന്നെ വളരെ ശക്തമായ നിലപാടെടുത്തയാളാണ് അരവിന്ദ് കെജ്രിവാൾ. അറിയാമല്ലോ, നേരത്തെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്തയാൾ തന്നെ പൊതുമേഖലയിലെ മദ്യ കച്ചവടത്തെ അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നു, അതുവഴി മദ്യമൊഴുകുവാനുള്ള സൗകര്യം കൊടുക്കുന്നു. അതിനും അപ്പുറത്തായി സ്വകാര്യ മദ്യ കച്ചവടക്കാർക്ക് ലാഭമുണ്ടാക്കുന്നു. അതുപോലും ഉണ്ടായി. അതുകൊണ്ടാണല്ലോ പിന്നീട് ഇത് ക്യാൻസൽ ചെയ്തത്. അതിന് കൃത്യമായ രേഖകളുണ്ട്. എത്രമാത്രം ലാഭം ഏതെല്ലാം കമ്പനികൾക്ക് കിട്ടി എന്നുള്ള കാര്യം, സർക്കാരിന് എത്ര വരുമാനം കിട്ടി എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ മദ്യത്തിനെതിരെ പോലും നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഇങ്ങനെ സ്വകാര്യ മദ്യ കച്ചവടക്കാർക്ക് വേണ്ടി നിലപാടെടുത്തത്. അതാണ് ഞാൻ ചോദിച്ചത്. ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമല്ലേ എന്ന്. അങ്ങനെയല്ലല്ലോ, വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധ സമരം നടത്തി അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കും. ഇന്നലെ ചർച്ചയിൽ പലരും പറഞ്ഞ കാര്യമല്ലേ. വീണ്ടും അത് ആവർത്തിക്കുന്നത് ശരിയല്ല മഞ്ജുഷ്. കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എക്സൈസ് പോളിസി, ഒരു സർക്കാരിന്റെ എക്സൈസ് പോളിസിയിൽ തീരുമാനമെടുക്കണ്ടേ? ഞാൻ മദ്യവിരോധിയാണ്, മദ്യത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എന്റെ ഗവൺമെന്റിൽ മദ്യവിൽപ്പന പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് ആവർത്തിച്ച് നുണകൾ പറയുകയല്ലേ. അദ്ദേഹം അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അധികാരത്തിൽ വന്നു. ഈ പറയുന്ന ഇന്നലെ അണ്ണാ ഹസാരെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ? അഴിമതി വിരുദ്ധ ഭാഗമായിട്ടാണ് അദ്ദേഹം രാജ്യത്തിന്റെ പൊതുമേഖലയിൽ പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെടുന്നത്. അവസാനം ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആവണ്ട എന്ന് പറഞ്ഞ്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് BJPയുടെ ചട്ടുകമായി പ്രവർത്തിച്ച അണ്ണാ ഹസാരെ മാറിയപ്പോ, ഞാൻ ജനങ്ങൾക്ക് എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി പോരാടണമെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ചെയ്യണമെങ്കിൽ, രാജ്യത്ത് നന്മയുണ്ടാക്കണമെങ്കിൽ, ഒരു സ്റ്റേറ്റിനെ വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റണമെങ്കിൽ പാർലമെന്ററി ജനാധിപത്യമുള്ള ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്ന തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആം ആദ്മി എന്ന പാർട്ടി ഉദയം ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത് അഴിമതി വിരുദ്ധ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടല്ല എന്ന് ഈ സംഘപരിവാർ പൊട്ടന്മാരൊന്നും മനസ്സിലാക്കണം. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയായ മനുഷ്യന് എക്സൈസ് പോളിസിയിൽ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. മുഖ്യമന്ത്രിയായ മനുഷ്യന് വനവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടി വരും. മുഖ്യമന്ത്രിയായ മനുഷ്യന് ആഭ്യന്തര വിഷയങ്ങൾ തീരുമാനമെടുക്കേണ്ട ആ തീരുമാനം അല്ല. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞല്ല, അദ്ദേഹം അന്ന് ഈ പറഞ്ഞോട്ടെ അല്ല ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ അത് സുതാര്യമായിരിക്കണം, അതിൽ അഴിമതി പാടില്ല എന്നുള്ളതായിരുന്നല്ലോ. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാചകങ്ങൾ പിന്നെയും ഉണ്ട്. പലതരത്തിലുള്ള ലേഖനങ്ങളിലും അദ്ദേഹത്തിന്റെ വാചകങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ ഈ സ്വകാര്യ ഇടപാടുകാരുമായി മദ്യ കച്ചവടക്കാരുടെ കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ലേഖനങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇത്തരം ഇടപാടുകളിൽ അഴിമതിയുടെ കറകൾ പുരളുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ആ സൂക്ഷ്മത അദ്ദേഹം പുലർത്തിയില്ല ശ്രീ വിനോദ് മാത്യു വിൽസൺ. മഞ്ജുഷെ, എന്റെ പ്രിയപ്പെട്ട മഞ്ജുഷെ, അങ്ങനെയല്ല. മഹാത്മാഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരാം. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ അറിയാമോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ ആ വിഷയത്തിൽ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ അഭിപ്രായമായിരിക്കും ഞാൻ സ്റ്റാൻഡ് ചെയ്യുക. മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. എന്തെല്ലാം വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായ വ്യത്യാസങ്ങൾ, പല വിഷയങ്ങളിൽ പല അഭിപ്രായങ്ങൾ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ജനിച്ച സമയം മുതൽ അഭിപ്രായമുണ്ട്, അത് മരണം വരെ പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് പറ്റില്ല. അദ്ദേഹം പറഞ്ഞത്, ഒരു വിഷയത്തിൽ എന്റെ അഭിപ്രായം അവസാനം ഏതാണോ അതായിരിക്കും എന്റെ നിലപാടെന്ന. ഇവിടെ കേജ്രിവാൾ ഏത് അഭിപ്രായം മാറ്റിയേ? അദ്ദേഹം കയറി വന്ന അഴിമതി നടത്തിയോ?
അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പൈസ കൊണ്ടുപോയോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീ വിനോദ്. അല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡെലിബറേറ്റ് ആൻഡ് ഗ്രോസ് പ്രൊസീജിയറൽ ലാപ്സസ് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ജാമ്യം പലതവണയായിട്ട് ജാമ്യം നിഷേധിക്കുന്ന സമയത്ത്, സിസോദിയയുടെ ജാമ്യം നിഷേധിക്കുന്ന സമയത്ത് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അല്ല, ഞങ്ങളെ കൂട്ടമായിട്ട് ആക്രമിക്കുമ്പോ ഞങ്ങൾക്ക് പറയാൻ കിട്ടുന്ന അവസരം. അല്ല, താങ്കൾ പറഞ്ഞോളൂ. അല്ലല്ല, ഞാനത് താങ്കൾ അത്തരമൊരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. താങ്കൾ പറഞ്ഞോളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ അഴിമതി നിരോധന നിയമം എന്ന് പറയുന്ന നിയമം 1998 പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടല്ലല്ലോ ഈ കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസ് എടുത്തിരിക്കുന്നത് 2002 PMLA ആക്ട് പ്രകാരമാണ്. PMLA ആക്ടിന്റെ പ്രത്യേകത എന്താ? ഇവരുടെ ഉദ്ദേശം, BJP സർക്കാരിന്റെ ഉദ്ദേശം എന്താണ്? PMLA ആക്ടിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് പോക്സോ നിയമം പോലെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ അട്രോസിറ്റി നിയമം പോലെ PMLA ആക്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇതിൽ ജാമ്യ വ്യവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. ജാമ്യം ലഭിക്കില്ല. അതുകൊണ്ട് ജാമ്യം ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എടുത്ത് തോട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞില്ലേ? എത്രയോ സുപ്രീം കോടതി എത്രയോ കേസുകളിൽ പറഞ്ഞിരിക്കുന്നു ട്രയൽ വേഗത്തിൽ തീർക്കണം. ഇവരെന്താ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത്? ഇവരെന്താ പല കേസിൽ ഇപ്പോഴും പ്രതികളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്? അപ്പൊ PMLA ആക്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ജാമ്യം കിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ഒരു ശരത്ചന്ദ്ര റെഡ്ഡി മാത്രമല്ല മഞ്ജുഷ്, അത് മനസ്സിലാക്കണം. ശരത്ചന്ദ്ര റെഡ്ഡി, ഇവര് പറയുന്നു മദ്യ കച്ചവടത്തിന് കൂട്ടാളിയായി നിന്നു. അതിന് ഈ പറയുന്ന ശരത്ചന്ദ്ര റെഡ്ഡിയെ ഒരു ആവർത്തി കൂടി പറയാം. ന്യൂസ് 18 പ്രേക്ഷകരുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്തിട്ട് 100 കോടി രൂപ അദ്ദേഹം ലിക്വർ പോളിസിക്ക് ഇതിനു വേണ്ടി ലൈസൻസിന് വേണ്ടി പണം കൊടുത്തു എന്നായിരുന്നു ഈടിയുടെ ആദ്യത്തെ കേസ്. ഈ പറഞ്ഞ ശരത്ചന്ദ്ര റെഡ്ഡി 100 കോടി രൂപ കൊടുത്തു എന്നായിരുന്നു കേസ്. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് 5 ദിവസങ്ങൾക്ക് ശേഷം നവംബർ 10 അറസ്റ്റ് ചെയ്യുന്നു. 15-ാം തീയതി 5 കോടി രൂപ അദ്ദേഹത്തിന്റെ ഫാർമ കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ED കോടതിയിൽ വരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഒരാവർത്തി കൂടി പറയുന്നു. ED ആ ജാമ്യാപേക്ഷ എതിർത്തില്ല. PMLA ആക്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ED എതിർത്താൽ ജാമ്യം കൊടുക്കില്ല. സാധാരണഗതിയിൽ ക്രിമിനൽ കേസിൽ പോലും പ്രോസിക്യൂഷൻ എതിർത്താൽ പോലും ജാമ്യം കൊടുക്കുന്ന സാഹചര്യമുണ്ട്. പ്രോസിക്യൂഷൻ എതിർത്താൽ പോലും കോടതികൾ പ്രോസിക്യൂഷനെ കേട്ടതിനു ശേഷം, രണ്ടുപേരെയും കേട്ടതിനു ശേഷം പ്രോസിക്യൂഷന്റെ എതിർപ്പ് ജഡ്ജ്മെന്റിൽ എഴുതിയതിനു ശേഷം ജാമ്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ PMLA ആക്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസിക്യൂഷൻ എതിർത്താലും എതിർത്തിൽ ജാമ്യം കിട്ടില്ല. പ്രോസിക്യൂഷൻ കോടതിയിൽ അഡ്മിറ്റ് ചെയ്യണം, എന്ത്, ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കാൻ തയ്യാറാണെന്ന്. ശരിയാണ്. അതറിയാവുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ അന്വേഷണം വരുമ്പോൾ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് 2014 മുൻപ് അരവിന്ദ് കെജ്രിവാളും അണ്ണാ ഹസാരെയും ഒക്കെ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെന്റിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്ന പല അഴിമതികളിലും കണ്ടതും. ഈ 2Gയിലൊക്കെ പിന്നീട് അവസാനം വിധി വന്നപ്പോൾ എങ്ങനെയായിരുന്നു? അതേ പ്രസ്ഥാനത്തിലൂടെ BJPക്ക് അധികാരത്തിലെത്താൻ വഴി തുറന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് കൂടിയായിരുന്നല്ലോ അത്. 2014 മുമ്പ് BJP ഇത് യൂട്ടിലൈസ് ചെയ്തുവല്ലോ. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളും ഇതേ രീതിയിൽ തന്നെയായിരുന്നു നിയമം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, കോടതികൾ ജാമ്യം കൊടുക്കാറില്ല, അങ്ങനെ ജയിലിൽ കിടന്നവർ എത്രയോ പേരുണ്ട്. മഞ്ജുഷ, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന ഏക വേദി ഇതാണ്. ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യും. ജനങ്ങൾ ഇത് അറിയണ്ടേ, സത്യം അറിയണ്ടേ. അപ്പൊ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന, ഞാൻ അതിന്റെ അങ്ങയുടെ ഉത്തരം പറയാം. ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന മനുഷ്യന്റെ ജാമ്യം ED കൊടുക്കാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം 2 തവണ നവംബർ 10-നും നവംബർ 28-ാം തീയതി 25 കോടിയും 25 കോടിയും കൊടുക്കുന്നു ശരത്ചന്ദ്ര റെഡ്ഡി. ഈ റെഡ്ഡി മാത്രമല്ല മഞ്ജുഷ്, മറ്റൊരു അപ്രൂവർ കൂടിയുണ്ട്. 2 മാപ്പ് സാക്ഷിയുടെ കാര്യമാണ് ഇന്നലെ കോടതിയിൽ പറഞ്ഞ്. ഒരു മാപ്പ് സാക്ഷി റെഡ്ഡി, ഇനി മറ്റൊരു റെഡ്ഡി കൂടിയുണ്ട്. അറിയാമോ അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ പേര് രാഘവ റെഡ്ഡി എന്നാണ്. അദ്ദേഹത്തെ 11-ാം തീയതി ഫെബ്രുവരി 2023-ലാണ് ED അറസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് മെയിൻ അക്യൂസ് എന്നായിരുന്നു കോടതിയിൽ EDയുടെ വാദം. രാഘവ റെഡ്ഡി, ഈ രാഘവ റെഡ്ഡിയാണ് മെയിൻ അക്യൂസ് എന്നായിരുന്നു EDയുടെ വാദം കോടതിയിൽ. ജൂലൈ 2023 അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ആ റെഡ്ഡിയും പുറത്താണിപ്പോ. 8-ാം തീയതി സെപ്റ്റംബർ 2023 അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കി. അതിനുശേഷം 16-ാം തീയതി മാർച്ചിൽ അദ്ദേഹം TDPയിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ TDP NDAയുടെ ഭാഗമാ. അദ്ദേഹം ആന്ധ്രയിൽ നിന്ന് മത്സരിക്കുകയാണ്. മത്സരിക്കാൻ ജാമ്യം കൊടുത്ത് പുറത്തിട്ടിരിക്കുന്നു. ഈ 2 റെഡ്ഡിമാരുടെ ബലത്തിലാണ്, അവരുടെ ഉറപ്പിലാണ് കേജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഈ പറഞ്ഞു. പിന്നെ PMLA ആക്ടിൽ ജാമ്യം കിട്ടില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ ED കോടതിയിൽ കൊടുത്ത 7 പ്രധാനപ്പെട്ട വാദങ്ങളുണ്ട്. ഒരുപക്ഷെ മഞ്ജുഷ എന്റെ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു കാണുമായിരിക്കും, ഞാൻ വിചാരിക്കുകയാണ്. എന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അത് പറഞ്ഞ 7 സുപ്രധാന വാദങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താണെന്നറിയാമോ? പ്രധാന സൂത്രധാരനാണ്
കിങ് പിന്നാണ് അരവിന്ദ് കെജ്രിവാൾ. ഇതത് ഒന്നാമത്തെ വാദം, ആരോപണമാണ്, തെളിയിക്കേണ്ടതാണ്. രണ്ടാമത്തത് നേരിട്ട് പങ്കെടുത്തു. നേരിട്ട് പങ്കെടുത്ത എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ടുപേരെ കണ്ടതായിട്ട് ആര് പറഞ്ഞു? ഈ റെഡ്ഡിമാര് പറഞ്ഞു. അതാണ് അടുത്ത ആരോപണം, റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. മൂന്നാമത്തത് ഏറ്റവും രസകരമായ സംഭവം, 600 കോടിയുടെ വരുമാനമുണ്ടായി. ആ വരുമാനം ഗോവൻ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിനിയോഗിച്ചു. ഇതാണ് മൂന്നാമത്തെ ആരോപണം. അതിന്റെ കൗണ്ടർ പറയട്ടെ. ഇതേ ഇ ഡി 100 കോടി രൂപ, 600 കോടി, ഇ ഡിയുടെ കള്ളത്തരം നോക്കിയേ, 600 കോടി രൂപ വരുമാനമുണ്ടാക്കി അത് ഗോവൻ തിരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചു എന്നാണ് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇ ഡിയുടെ കേസ് എന്താണ്? 100 കോടി രൂപ അഴിമതി. സത്യത്തിൽ ഇത് ഞാൻ ഇന്നൊരു വാട്സപ്പ് കണ്ടു. എനിക്ക് ആരോപണം കൃത്യമായതുകൊണ്ട് ഞാനത് ഫാക്ട് ചെക്ക് നടത്തിയിട്ടില്ല. ഇന്നലെ ഇ ഡി കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വാദം കേട്ട ജഡ്ജ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ലോർ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള ഒരു വാട്സപ്പിലെ ഒരു കാര്യം ഞാൻ കണ്ടു. അത് ഫേക്ക് ആണോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ഫാക്ട് ചെക്ക് നടത്തിയതിനു ശേഷം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇത് കളിയാണ്. നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ഞാൻ ആവർത്തിച്ചു പറയുന്നു. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ ജയിൽ കിടന്നെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പിടിച്ചകത്തിട. എത്ര നാളകത്തിടും ഈ അരവിന്ദ് കെജ്രിവാളിനെ? ഇനി ഈ അരവിന്ദ് കെജ്രിവാളിനെ അകത്തിടുന്നതിനേക്കാളും അദ്ദേഹം പുറത്തു നിൽക്കുന്നതിനേക്കാളും ശക്തനാണ് അകത്ത് കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് ഇന്ത്യ കാണുന്നില്ലേ? പെട്ടില്ലേ? പരിവാറിന്റെ ശരിയാണ്. ഇന്ത്യ സഖ്യം ഒരുമിച്ച് ഈ അറസ്റ്റിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. കുറച്ചുകൂടി ശക്തി ആർജിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറയുന്നത്, ഈ ഡൽഹിയിൽ മദ്യ കുംഭകോണം നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറയാം. യെസ്, ഈ നടന്നിട്ടില്ല എന്ന ഒറ്റ വാചകത്തിൽ പറയാം. പക്ഷേ ഈ റെഡ്ഡിമാരുടെയൊക്കെ ഇടപെടൽ അവിടെ ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? സ്വകാര്യ മേഖലയിലേക്ക് ഈ മദ്യ കച്ചവടം വന്നതാണ്. വിവിധ സോണുകളായി തിരിച്ച് മദ്യശാലകൾ അനുവദിച്ചതാണ്. ഇതുവഴി സർക്കാരിന് നേട്ടമുണ്ടായിട്ടില്ല. നേട്ടമുണ്ടായത് ആർക്കാണ്? ഈ സ്വകാര്യ മദ്യ കമ്പനികൾക്കാണ്. മറുപടിയുണ്ട്. കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ മദ്യവ്യാപാരം നടത്തുന്ന ആരാണ്? സർക്കാരാണ്. ഇപ്പൊ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ അല്ലേ കേരളത്തിൽ, തമിഴ്നാട്ടിൽ അതല്ലേ? കോടാനുകോടി രൂപയല്ലേ ഇതിന്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പണം കിട്ടുന്നേ? കേരളത്തിൽ അലിഗേഷൻ ഉണ്ടായതല്ലേ? ഡൽഹിയിലും അലിഗേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും സർക്കാരുകൾക്കെതിരെ തന്നെ രംഗത്ത് വരും. ശ്രീ വിനോദ്, ഞാൻ കള്ള തെളിവുകൾ ഇ ഡി ഉണ്ടാക്കി എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഈ ശരത് റെഡ്ഡിയുടെ പശ്ചാത്തലം സംശയകരമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, ഡൽഹിയിൽ മദ്യ കുംഭകോണം നടന്നിട്ടുണ്ട്. ഇതിനെ എതിർക്കുന്നത് ഇല്ല എന്ന് പറയുന്ന നിങ്ങൾ ഒറ്റ പാർട്ടി മാത്രമാണ്. അതാണ് പ്രശ്നം. ഇതേ പോളിസി എന്താ മഞ്ജുഷ? ഇതേ പോളിസിയും ഇതേ കാര്യങ്ങളും അല്ലെ പഞ്ചാബിൽ തുടരുന്നേ? അതെ, അവിടെയും ആരോപണമുണ്ട്. അവിടെ ആരോപണം അങ്ങോട്ട് വരികയല്ലേ ശ്രീ വിനോദ്? ആരോപണമല്ലേ? അതെ, ആരോപണമാണ്. ആരോപണം നേരിടേണ്ടി വരും. അപ്പോൾ അല്ല, ആരോപണം നേരിടേണ്ടി വരും ശ്രീ വിനോദ്. ആരോപണം ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി നേരിടേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം നിലപാടും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടും സ്വകാര്യ കമ്പനികൾക്ക് നൽകില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ അപ്രതീക്ഷിതമായിട്ട് തിരുത്തൽ വരുത്തിയത്. അത് സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ എന്നുള്ള പേരിലാണ്. പക്ഷെ അതിന്റെ പേരിൽ സർക്കാരിന് വരുമാനം കിട്ടിയിട്ടില്ല. സർക്കാരിന് വരുമാനം കിട്ടിയിട്ടില്ല, സ്വകാര്യ കമ്പനികൾക്കാണ് കിട്ടിയത്. അതുവഴിയാണ് ഈ കൈക്കൂലി വന്നത് കൂടി എന്നാണ് സാമ്പത്തിക സർവേ 2023 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം പുറത്തുവിട്ടതിൽ എക്സൈസ് പോളിസി നടത്തിയ 10 മാസത്തെ ആ കച്ചവടം മൂലം റവന്യൂ വരുമാനത്തിൽ കൂടുതലുണ്ടായി എന്ന് തന്നെയാണ് റിപ്പോർട്ട്. എന്തിനാ കള്ളം പറയുന്നേ? മദ്യവരുമാന അതിന്റെ ഭാഗമായി കുറഞ്ഞൊന്നുണ്ടോ? മദ്യമാഫികളുടെ കയ്യിലായിരുന്നു, സർക്കാരിലേക്ക് വരുമാനം പോയിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് വരുമാനം സർക്കാരിന് കൂടിയത്. അത് കണക്കല്ലേ? സർക്കാരിന്റെ കയ്യിൽ വെക്കുവാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് എന്നാ പിന്നെ അത് പിൻവലിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ, അത് നിർത്തേണ്ട ആവശ്യം വരില്ലായിരുന്നുവല്ലോ ഈ പരാതി ഉയർന്നു വന്നപ്പോൾ. 9 അതാ പറഞ്ഞേ, അത് എന്തുകൊണ്ടാ പിൻവലിക്കപ്പെട്ടത്? അത് പിൻവലിക്കപ്പെട്ടത് ആ മദ്യ ലൈസൻസിന്റെ ഭാഗമായിട്ടുള്ള അഴിമതി ആരോപണത്തിന്റെ ഭാഗമായിട്ടല്ല. ഡൽഹിയിലെ അധികാരികളെ ഉപയോഗിച്ച് കടകൾ റെയ്ഡ് ചെയ്യിപ്പിക്കുന്നു. ഇവർ ലൈസൻസ് കൊടുത്ത കമ്പനികളിൽ അനധികൃതമായി ഇ ഡിയും CBIയും വേട്ട നടത്തുന്നു. അവരെ റെയ്ഡ് ചെയ്യുന്നു. കടകളിൽ നിന്ന് വലിയ തോതിലുള്ള രീതിയിലുള്ള ലൂട്ടിംഗ് നടക്കുന്നു. അവരെ എല്ലാ തരത്തിലും വേട്ടയാടാൻ ശ്രമിക്കുന്നു. കാരണം ഇത് മുഴുവൻ BJP-ക്കാരുടെ കയ്യിലായിരുന്നു. ഈ ലൈസൻസ് മുഴുവൻ സർക്കാർ ഭരിച്ച സമയത്ത് മദ്യമാഫികൾ അവരുടെ കയ്യിലായിരുന്നു. 2022 അതിഷി പറഞ്ഞതാണ്. അതിഷി എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 2020-21 അവർ പറഞ്ഞതാണ്. ഡൽഹിയിലെ ഞങ്ങൾ ഇങ്ങനെ ലൈസൻസ് കൊടുത്ത് നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്ന സ്ഥാപനങ്ങളെ BJP, ED, പോലീസ് ഇത് മുഴുവൻ അവരുടെ കയ്യിലാണ്. കടകൾ റെയ്ഡ് ചെയ്യുന്നു.
അനധികൃതമായി കേസുകൾ ഉണ്ടാക്കുന്നു. ഇതിന്റെ ഭാഗമായി പ്രശ്നങ്ങളായി. അത് മനസ്സിലാക്കണം. വേട്ടയാടി. പോലീസ് സംവിധാനം കയ്യിലില്ല. കേജ്രിവാളിന്റെ കയ്യിൽ പോലീസിംഗ് ഇല്ല. സഹായിക്കാൻ മറ്റ് സംവിധാനങ്ങളില്ല. വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി അവർ പരാതി കൊടുത്തു. ശരി ശരി ഞാൻ